എന്താണെങ്കിലും ചെറുക്കൻ മിടുക്കനാണ് ചേട്ടാ. ആ മുൻഷി വരുന്നുണ്ട്. ഓ ആ ഇരുന്നോ, ചായ ഇത് കട്ടനാണല്ലോ. ഇവിടെ ഇരുന്നോ. ടി വി ഒന്നല്ലോ. എല്ലാവർക്കും കൂടെ അകത്തിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാ. മോളെ കട്ടൻ ചായ ബാക്കി അമ്മ എടുത്തോണ്ട് വരാം. ശരി അമ്മ. ഷൂട്ട് ചെയ്തോട്ടെ. പോലീസ്. അയ്യോ പോലീസ്. എന്നെ കണ്ട ആരും ഭയന്ന് ഓടണ്ട. ആരെ അറസ്റ്റ് ചെയ്യാനോ തല്ലാനോ വന്നതല്ല. ഒന്നുമില്ല, നിങ്ങൾ പോരെ, എല്ലാരും പോരെ, ഒരു കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഇരിക്കേ. സാർ ഇരിക്കണം. എല്ലാവരും ഇരുന്നോളൂ. എന്നോടൊപ്പം ഇരുന്ന് വാർത്ത കാണാനുള്ള ഒരു അവസരം ഞാൻ തരാം. നന്ദിയുണ്ട് സാർ. ഈ അസുലഭ നിമിഷം പേടികാരനാരും നഷ്ടപ്പെടുത്തണ്ട. ഇല്ല സാർ, ഒരിക്കലും. ചേച്ചി വാർത്ത ഇല്ല, വേഗം വാ. സാർ നമസ്കാരം. നമസ്കാരം മോനെ. അറിയാതെ മാറിയില്ലടാ. സാറേ നമസ്കാരം. അവന്റെ ഒരു ഇന്നലെ ഞാൻ വന്നപ്പോ ഒരു സാധനം ഇവിടെ വെച്ച് മറന്നുപോയി. കുട്ടിയത് കണ്ടോ? എന്താ? എന്റെ ഹൃദയം. അമ്മ അതെടുത്ത് അടുപ്പിലിട്ടു. ഏട്ടനെ ഞാൻ പിടിക്കില്ല. പിടിച്ചാലും ഞാൻ തല്ലില്ല. തല്ലിയാലും ഞാൻ നോവിക്കില്ല. പക്ഷെ സഹകരിക്കണം. എന്താ സഹകരിക്കണം? അച്ഛാ നമസ്കാരം. പ്രധാന വാർത്തകൾ. സുപ്രസിദ്ധ സിനിമാ താരം സ്നേഹയെ തട്ടിക്കൊണ്ടുപോയി. അനിശ്ചിതകാലമായി തുടർന്ന ബസ് സമരം ഒത്തുതീർപ്പായി. ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടെസ്റ്റ്, ഇന്ത്യക്ക് വിജയം. വാർത്തകൾ വിശദമായി. മാമംഗലത്ത് കാർത്തിക സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതിവിദഗ്ധമായ രീതിയിൽ സ്നേഹ കടത്തപ്പെട്ടത്. നല്ല കൊച്ച്. ഐരാണിക്കര ഗ്രാമത്തിലെ ജീവൻ എന്ന സിനിമാ മോഹിയായ ഒരു ചെറുപ്പക്കാരനാണ് സ്നേഹയെ തട്ടിക്കൊണ്ടുപോയത്. മാതൃസ്നേഹത്തിന്റെ പരമോന്നതയിലാണ് ആ മാതാവ്. ആ മനസ്സ് വരാൻ മീൻ പിടയുമ്പോൾ വളരെ നാടകീയമായ രീതിയിലാണ് ഇത് സംഭവിച്ചത്. ഈ രംഗമാണ് അവസാനമായി സ്നേഹയെ വെച്ച് ചിത്രീകരിച്ചത്. കാർ പോർട്ടിഗോയിൽ നിർത്താനായിരുന്നു സംവിധായകൻ മഹേന്ദ്രൻ പറഞ്ഞിരുന്നത്. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അതിവേഗത്തിൽ കാർ സ്റ്റുഡിയോ കടന്നു പോവുകയാണ് ഉണ്ടായത്. ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടായിരുന്ന ടെക്നീഷ്യൻസ് വണ്ടിയുടെ പുറകെ ഓടി തടയാൻ ശ്രമിച്ചെങ്കിലും ഡ്രൈവിംഗിൽ അതിവൈദഗ്ധ്യം കാട്ടിയ ജീവന്റെ മുന്നിൽ സിനിമാ പ്രവർത്തകർ പതറിപ്പോവുകയാണ് ഉണ്ടായത്. വണ്ടി ഓടിപ്പിൽ അവനെ ആരാ ജയിക്കാ? അതെ, അസാധ്യ ഡ്രൈവിംഗ്. അവനെ കിട്ടിയിരുന്നെങ്കിൽ പോലീസ് എടുക്കായിരുന്നു. കൊത്തിയാവുന്നു. ജീവന്റെ സംഘത്തിൽ കൂടുതൽ ആൾക്കാരുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു. ഒരുമാതിരി വൃത്തിയോട് പറയരുത്. എന്റെ മോൻ ഒറ്റക്കാ ചെയ്തത്. അതിനുള്ള തന്റെ അവനുണ്ട്. അഭിമാനി അച്ചക്കൻ. കുളിക്കുമ്പോ ഇങ്ങനെ രണ്ട് കയറും പിടിച്ചിരിക്കുമ്പോ എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്നറിയോ സ്നേഹേ? നിന്റെ തമ്പ ചത്തവല്ലെന്ന് നടക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് വലിയ 2 പശുക്കളുണ്ടായിരുന്നു. ഞാനാ മേയ്ക്കാൻ കൊണ്ടുവരുന്നത്. വയലിൽ മേയാൻ വിട്ടിട്ട് കരയിൽ കയറും പിടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ആ പശുവിനെ കുളിപ്പിക്കുന്നത് ഞാനായിരുന്നു. ദേഹത്ത് വെള്ളം വീഴുമ്പോ അത് മൂത്രമൊഴിക്കും. നല്ല രസമായിരുന്നു. എന്താ പശു അല്ല, എന്താ സ്നേഹ പറഞ്ഞേ? ചേട്ടാന്ന് വിളിച്ചതാ. ചേട്ടാ എന്നെ ആക്കിയതല്ലെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എത്ര പെട്ടെന്ന് ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നി തുടങ്ങുന്നതല്ലേ? അതിൽ അത്ഭുതമൊന്നും ഇല്ലാട്ടോ. ഇങ്ങനൊരു മിടുക്കനെ ഏത് പെണ്ണ ഇഷ്ടപ്പെടാത്തെ? അത്രേ ആളുകളുടെ മുമ്പിൽ വെച്ചല്ലേ തട്ടിക്കൊണ്ടുപോകുന്നത്. ഭയങ്കര കാറോടിപ്പ് തന്നെയാട്ടോ. എന്നെ ഇവിടെ കൊണ്ടുവന്ന് മാനഭംഗപ്പെടുത്താനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു രാത്രി കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി, പെൺകുട്ടികളെ നശിപ്പിക്കുന്ന ഒരു കശ്മലനല്ല ഈ ജീവനെന്ന്. പക്ഷേ എനിക്ക് ഇനിയും മനസ്സിലാക്കാനുണ്ട്. എല്ലാം മനസ്സിലായി കഴിയുമ്പോ എന്റെ ജീവനും ആ ജീവനും ഒന്നാവും. ഒന്ന്. ഒരു നിമിഷം കണ്ണടച്ചിരുന്നാൽ സ്നേഹത്തിന്റെ ഈ റാണി അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. ഒരു നിമിഷമല്ല, ഒരു യുഗം വേണമെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ തപസ്സിരിക്കും.
സ്നേഹേ വന്നോ? സ്നേഹം വന്നോ? സ്നേഹേ വന്നോ? സ്നേഹം വന്നോന്ന്. സ്നേഹേ സ്നേഹേ സ്നേഹേ. ഹലോ. കഴുത്തിലെ കെട്ട് നന്നായി മുറുക്കി താടാ, ഇതിലും ഭേദം ചാവുന്നതാ. അയ്യടി, കൊല്ലാനല്ല ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടു കെട്ടിട്ടിരിക്കുന്നത്. മരിക്കണോ? അത് നമ്മൾ ഒരുമിച്ച്. ജീവിക്കണോ? അതും നമ്മൾ ഒരുമിച്ച്. ഇത് നോക്ക് നവദമ്പതികളെ. ഇനി പറ, ഞാൻ നിന്റെ ആരാ അല്ലെങ്കിൽ നീ എന്റെ ആരാ? എടാ പ്രാന്താ, സിനിമയിൽ ആരെല്ലാം എന്നെ കല്യാണം കഴിക്കുന്നുണ്ട്, അവരൊക്കെ എന്റെ ഭർത്താവാകൂ. എടി പ്രാന്തി, ഇത് അങ്ങനെയല്ല. ഞാൻ സ്നേഹിച്ചതാ, ആരാധിച്ചതാ. അതിനിടയ്ക്കായി ഈ താലികെട്ട് ഞാൻ മനസ്സിൽ കൊണ്ട് കെട്ടിയതാ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നാളോ അഴിക്കണ്ടെന്ന്. അപ്പൊ നീ എന്നും പറഞ്ഞ് ചിരിച്ച്. ഇത് പ്രാന്തൊന്നുമല്ല പെണ്ണെ, പ്രേമ, നല്ല അസല് പ്രേമം. നീ നിന്റെ കുടുംബവും മുടിഞ്ഞു പോകത്തുള്ളടാ. ഈ തല്ലിയത് മുഴുവൻ നിന്നെയാ. എന്നെ തെറി വിളിച്ചോ ശപിച്ചോ എന്റെ അച്ഛനും അമ്മ ഒന്ന് പറയുന്നു. ഇങ്ങനെ പട്ടിണി കിട്ട് കൊല്ലുന്നതിൽ എന്നെ ഒറ്റയടിക്കാൻ കൊല്ലടാ. നീ കടിച്ചത് വേണ്ട. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട. ബ്രെഡിനോട് എന്തെങ്കിലും സൈഡ് ഡിഷ് കിട്ടുമോ? അയ്യടാ, ഇതൊന്നും ഒപ്പിച്ച പാടെ എനിക്കറിയാം. വണ്ടിയിലിട്ട് ഒതുക്കിയിട്ടാ ഭക്ഷണം വാങ്ങണം, കെട്ടിടാം, കയറ്, അങ്ങനെ പലതും. എന്റെ അമ്മോ, ഒരറ്റത്ത് പോലീസിനെ പേടി, പിന്നെ നീ ഇറങ്ങി ഓടുമെന്നുള്ള പേടി, പിന്നെ സിനിമാക്കാരെ. ടെൻഷന്റെ ഇടയിൽ ഒപ്പിച്ചതാ ഇത്രയും. അപ്പോഴവളുടെ ഒരു ചൈൽഡ് ഡിഷ്. ആ ഇപ്പൊ ഇത്ര മതി. എത്ര ദിവസം ഇങ്ങനെ പോകേണ്ടി വരും അറിയില്ലല്ലോ. വെള്ളം നടന്നു ഇഷ്ട. ഓക്കെ, കുറച്ചുകൂടെ താടാ. ആ വെള്ളം കുറച്ച് കുടിച്ചാ മതി. എപ്പോഴെപ്പോഴും മൂത്രം വയ്ക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന് കാവൽ നിൽക്കാൻ പറ്റില്ല. തിണ്ടി പട്ടി ശവം. ആ സദ്യ ഉണ്ടതല്ലേ, ഉറക്കം വരും. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. ആ പതുക്കെ. സ്നേഹേ വാ വാ വോ, സിൽമൻ നടി സ്നേഹേ വാ വാ വോ. നേരത്തെ ഞാൻ താലി കെട്ടിയെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. നമ്മുടെ ആദ്യ രാത്രിയും കഴിഞ്ഞു. പിന്നെ നീ ഗർഭിണിയായി. അതിസുന്ദരിയായ ഒരു മോളെ നീ പ്രസവിച്ചു. ഒത്തിരി ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ വാങ്ങി. മോൾക്ക് പേരിടാൻ വേണ്ടി ഒരു ഉഗ്രം പേര് വരെ സെലക്ട് ചെയ്തു. എന്താ പേരെന്നറിയോ? ജീഹ. ജീവന്റെ ജീയും സ്നേഹയുടെ ഹായും. ജീഹ ജീഹ. ആഹാ. അപ്പോഴേക്കും എനിക്ക് പ്രാന്താന്നും പറഞ്ഞ് അച്ഛനും എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഒടുവിൽ ആ ഡോക്ടർ എന്നെ രക്ഷിച്ചത്. ആഹാ, ഉറങ്ങിയ. എന്നാ ബാക്കി പിന്നെ പറയാട്ടാ. സ്നേഹേ ശ്രീ സ്നേഹേ. പരമദ്രോഹി കിടക്കണണ്ടില്ലേ. ദൈവമേ, ഒരു ബോംബ് കിട്ടിയിരുന്നെങ്കിൽ അവന്റെ തലയിൽ വെച്ച് പൊട്ടിക്കായിരുന്നു. ചെതറണം. നോക്കിക്കോ, സ്നേഹിച്ച് ജീവേട്ടൻ തന്നെ കല്യാണം കഴിക്കും. എന്നിട്ട് നീ സിനിമയിൽ പാടുവോ? അത് ഉറപ്പല്ലേ? വലിയാളാവുമ്പോ ഞങ്ങളൊക്കെ ഒളിക്കാം ഒളിക്കാം. പേടിച്ചു പോയോ? ഇല്ല, ഭയന്നു പോയി. നർമ്മം നർമ്മം, ഇതെനിക്ക് ഇഷ്ടമാണ്.
എന്റെ ജാതകത്തിൽ തന്നെ ഉണ്ട് ഒരു കേസുമായി ബന്ധപ്പെട്ടായിരിക്കും എന്റെ കല്യാണം ഒന്ന്. അയച്ചോട്ടെ. എന്തോന്ന്? ബന്ധുക്കളെ ആലോചിക്കാൻ. പക്ഷെ സഹകരിക്കണം. ഇത്രയും കാലം ഞാൻ അന്വേഷിച്ച് നടന്നത് എന്നെ പോലെ വണ്ണമുള്ള ഒരു സുന്ദരിക്ക് വേണ്ടിയായിരുന്നു. ഇപ്പൊ കിട്ടി. അതെ, സഹകരിക്കോ? അവൾ പറന്ന് പോനാളെ ചഞ്ചഞ്ചം. ഇന്ന് ആരെങ്കിലും പീഡിപ്പിച്ച ദാ ചായ 10 ദോശ വേണം. പൈസ പിന്നെ തരാം. ശരിയാക്കി കൊടുക്കാം. വാടാ. എന്താ ശാലു? എന്താ മോളെ കരയുന്നത്? Why are you crying? നിങ്ങളൊക്കെ എന്റെ ആരാ? ഞാൻ ചേട്ടൻ. ഞാനും ഏട്ടൻ. ഞാൻ അമ്മാവൻ. ഞാനും അമ്മാവൻ. ഞാൻ കൊച്ചച്ഛൻ. അതേത് വകയില് കാറ്റാച്ചൻ? അല്ല, ഒരാപത്ത് വന്നപ്പോ അച്ഛന്റെ സ്ഥാനത്തും ഒരാളായിക്കോട്ടെ എന്ന് കരുതി. ലോക്കൽ ഗാർഡിയൻ. നല്ല വേള അച്ഛൻ എന്ന് പറയാത്തത്. തമാശകളാ. അനിയത്തിക്ക് എന്താ പറ്റിയത്? അത് സാറേ, ആ ജീവന്റെ വിവരം കിട്ടിയെന്ന് വെച്ചിട്ട് മോളിൽ നിന്ന് വിളിയോട് വിളിയാ. ഓ, അവനെ ഒന്നും പിടിക്കാൻ പറ്റില്ലടോ. ഇനി പിടിച്ചാൽ മതിയാവുമെങ്കിൽ മുകളിലുള്ളവരോട് പോയി പിടിക്കാൻ പറ. ഞാൻ വേറൊരു കേസിന്റെ പറയില്ല. അതെന്ത് കേസാ സാർ? അതിപ്പോ ഞാൻ എന്താ സാർ? കാക്കിക്കുള്ളിലെ കാമുകനെ കാണാൻ വൈകിപ്പോയി. ഒറ്റയ്ക്കൊന്ന് കാണണം തെക്കേപ്പാടത്തെ കുളക്കടവിൽ. ഞാൻ സഹകരിക്കാം. കിട്ടി, പിടികിട്ടി. കോംപ്രമൈസിന് വിളിച്ചിരിക്കുന്നു അവൻ. എല്ലാരും കൂടെ കൊണ്ടാ സ്പോട്ടിലേക്ക്. എന്നെ ഒറ്റക്കാ ക്ഷണിച്ചിരിക്കുന്നത് മഫ്റ്റിയിൽ. എല്ലാവരും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ശരി, എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നു. നിങ്ങളെന്ന് എന്ത് ചെയ്യാൻ പോയാണ്? കാരണം ഞങ്ങളൊരു സുന്ദരൻ ചെറുപ്പക്കാരനാക്കാൻ പോവുകയാണ്. പക്ഷേ സഹകരിക്കണം. മീശയൊക്കെ എടുത്തു കളഞ്ഞ് അമിതാഭ് ബച്ചനെ പോലെ ആക്കാൻ പോവുക. പക്ഷേ സഹകരിക്കണം. തലമുടിയുടെ ഷേപ്പൊക്കെ മാറ്റി ഷാരൂഖ് ഖാനെ പോലെ ആവണം. പക്ഷേ സഹകരിക്കണം. ഈ കയ്യിൽ നിന്ന് ഒരു 5 കിലോ വീതം കളഞ്ഞ സ്ലിം ആവും. പക്ഷെ സഹകരിക്കണം. ഈ വയറിൽ നിന്ന് ഒരു 15 കിലോ കളഞ്ഞ ഋതിക് റോഷനെ പോലെ ആവും. പക്ഷെ സഹകരിക്കണം. കാര്യം മനസ്സിലായി. താങ്ക്സ്. ഞാൻ സഹകരിക്കാം. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഞാൻ സ്നേഹിയാണ്. ഞങ്ങൾ പിള്ളേരെ. അപ്പൊ സ്നേഹമില്ലാത്ത സ്നേഹിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം അല്ലേ? രക്ഷപ്പെടുത്താം. ഈ വഞ്ചന ഞാൻ സഹിക്കില്ല. ഇനി പിടിക്കില്ലോ. ബെല്ലടിക്കുന്നുണ്ട്. റിങ് ചെയ്യുന്നു. യെസ്, റിംഗിങ്. തലവര നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കാം.
ഹലോ, ഓള് ഓള് സ്നേഹമോളെ, ഇത് ഞാനാ നമ്പ്യാര്. ഇങ്ങളെന്തെങ്കിലും മിണ്ടപ്പാ, ഈടെല്ലാരും ടെൻഷനില്ല മോളെ. മോളല്ല മോനാ, ജീവൻ മോൻ. പ്രൊഡ്യൂസർ സാറേ, ഇത് ജീവനാ. നിങ്ങൾക്കൊക്കെ സ്നേഹേ മതി എന്ന് എനിക്കറിയാം. എന്റെയും പ്രശ്നം അതാ, എനിക്കും സ്നേഹേ മതി. എടാ പന്ന ഇടിയട്ടെ, നിന്റെ ഞാൻ ഭൂമി വെച്ചേക്കില്ല. അല്ലെങ്കിൽ ഞാനിപ്പോ ഭൂമിയിലല്ല. നിന്നെ ഞാൻ പീസ് പീസ് ആക്കൂടാ റാസ്കൽ. വിടാനാ പറഞ്ഞു ഞങ്ങളോട്. തരാം. ജീവ, ഇത് ഞാനാ മഹേന്ദ്രൻ. സാർ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്കെന്ത് വിശേഷം? വിശേഷങ്ങളൊക്കെ ഉണ്ടാക്കിയ ജീവനല്ലേ. ജീവൻ, സത്യം പറയണം, നിങ്ങളിപ്പോ എവിടെയാണ്? ഞാനൊരു മരത്തിന്റെ മുകളിലാ. ഇവിടെ ഫോണിന് റേഞ്ച് ഉള്ളൂ. സ്നേഹയെ താഴെ കെട്ടിയിട്ടിരിക്കുക. ജീവ, അതെ, സ്നേഹവുമായി ഞങ്ങൾക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിരിക്കും സാർ. ഒന്നുകിൽ ഞാൻ ഫോൺ താഴേക്ക് ഇട്ട് കൊടുക്കണം, അപ്പൊ റേഞ്ച് പോവും. അല്ലെങ്കിൽ സ്നേഹം മരത്തിന്റെ മേളിലേക്ക് വരണം. കട്ടിലോട് കൂടി സ്നേഹയെ മരത്തിന്റെ മുകളിലെത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് സാർ. ജീവ, നിന്നോട് സ്നേഹവും താല്പര്യവും ഒക്കെ ഉള്ള വ്യക്തിയാണ് ഞാൻ. അത് കളയിക്കരുത്. സാറിന് എന്നോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്നോടുള്ള സ്നേഹം അതിലൊക്കെ വലുതല്ലേ സാർ? എന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ? സാർ എന്നെ പറ. എന്തായി? ഒരു കുന്തോ ആയില്ല. എനിക്കിപ്പോ പേരിലേ ഉള്ളൂ സാർ ജീവൻ. എന്റെ ജീവൻ എനിക്ക് തിരിച്ചു വേണം, ഒപ്പം ഒരു ജീവിതവും. അത് സാറിന് തരാൻ പറ്റുമോ? ഞാനല്ലേ പറയുന്നത്. എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, എല്ലാം നമുക്ക് ശരിയാക്കാം. എങ്കിൽ എനിക്ക് 1 മണിക്കൂർ സമയം തരണം. അതിനുശേഷം ഞാൻ റേഞ്ചിലുണ്ടാവും. ദാറ്റ് മീൻസ് മരത്തിന്റെ മേളിലുണ്ടാവും. പോവാം. അടിച്ചു പൊളിച്ചൊരു പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയാന്ന് കരുതിയിട്ടാ. മനസ്സിലായില്ലല്ലേ? മഹേന്ദ്ര സാർ സമ്മതിച്ചു. ഇനി സസ്പെൻസ് വേണ്ട, ഞാൻ പറയാം. എനിക്കൊരു ജീവിതം തരാന്ന് സാർ പറഞ്ഞു. എന്ന് പറഞ്ഞ നമ്മുടെ യെസ് ശരിയാക്കാന്ന് സാർ സമ്മതിച്ചു. തന്നെ മോഹ സ്വപ്നം നടക്കില്ല. എന്റെ വിവാഹം നേരത്തെ തീരുമാനിച്ചതാ. അപ്പൊ ഈ 2 ശരീരവും ഇവിടെ കിടന്ന് തന്നെ തീരും. കാട്, ഗരുത്ത കാട്. വാർത്തകൾ വിശദമായി. ചലച്ചിത്ര നടി സ്നേഹയെ കടത്തിക്കൊണ്ടുപോയ കേസിന്റെ അനുരഞ്ജന ശ്രമങ്ങൾക്കായി ചിത്രത്തിന്റെ നിർമ്മാതാവ് NN നമ്പ്യാർ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചതായി ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു. ഉയരം കൂടിയ ഒരു വൃക്ഷത്തിലിരുന്നാണ് ജീവൻ മൊബൈലിൽ സംസാരിക്കുന്നത് എന്ന കൗതുകകരമായ വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിടുക്കൻ, അപാര തലയാ. അവന്റെ ആ തലയ്ക്കാണ് വട്ടെന്നും പറഞ്ഞ് എന്റെ അടുത്ത് കൊണ്ടുവന്നത്. മരത്തിൽ കയറിയിരുന്ന് ഫോൺ ചെയ്യുന്നത് സ്നേഹ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണെന്നും എന്നാൽ മൊബൈൽ റേഞ്ച് കിട്ടാൻ വേണ്ടിയാണെന്നും അഭ്യൂഹങ്ങളുണ്ട്. വട്ടം ചിറ്റിക്കാൻ അവൻ പണ്ടേ മിടുക്കനാ. ഈ ഊഹാപോഹങ്ങളൊക്കെ നിലനിൽക്കെ കാട്ടിലൊരു ഏറുമാടമുണ്ടാക്കി സ്നേഹയും ജീവനും കുടുംബജീവിതം ആരംഭിച്ചുവെന്നും പറയപ്പെടുന്നു. അയ്യോ, അപ്പൊ കൊച്ചിനെ കാണാൻ കാട്ടി പോകേണ്ടി വരും. എന്നാ ഫാമിലി ആയിട്ടൊരു ജാലി ട്രിപ്പ് അടിക്കാം. എന്ത്? ഞാൻ സമ്മതിക്കില്ല. അത് തെണ്ടിത്തരമാ. നല്ല ഫസ്റ്റ് ക്ലാസ് വീട് ഇവിടെ കിടക്കുമ്പോ എന്തിനാ ഏറുമാടം? അത് ന്യായം. ഫസ്റ്റ് നൈറ്റ് കാട്ടിലാക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇവിടെ മതി. ഈ തന്തയുടെ വട്ട ആ ചെക്കനും ശരിയാ. വൈകിക്കണ്ട, ചെന്നോളൂ. നമ്പ്യാരെ, വെപ്രാളൊന്നും കാണിക്കരുത്. ഓ, ഈ വള്ളിയെല്ലാം പറിച്ച് മാറ്റി വെച്ചിട്ട് പോ. മുത്തപ്പ, ഓനെ ഉപദ്രവിക്കാതെ കാത്തോണേ. നല്ല ചിക്കന്റെ മണം. ഓളെ കണ്ടില്ല. ആക്രാന്തം കാട്ടിലെ നിർമ്മാതാവേ, കഥ ഇവിടെ അല്ല, കാട്ടിലല്ലേ? ക്ഷമിക്കണം സാർ, കെട്ടിടാതെ നിവൃത്തിയില്ല. ബാഗ് വെക്കാൻ തിരിഞ്ഞപ്പോ തലക്കടിച്ച് വീഴ്ത്താൻ നോക്കിയ ആളല്ലേ. എനക്കൊരു അബദ്ധം പറ്റി പോയതാ, മഹപ്പാക്കണം. ഇവിടെ കണ്ടില്ലേ, കെട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. ഭക്ഷണം വാരി കൊടുക്ക. ഏത് കിഡ്നാപ്പറാ ഇങ്ങനെയൊക്കെ ചെയ്യാ? നല്ല പൊറോട്ട ഞെക്കട്ടെ. താങ്ക്യ. സാർ, ഞാൻ സാറിൽ കാണുന്നത് എന്റെ രക്ഷകനെയാണ്.
എനിക്കങ്ങനെ വിശ്വസിക്കാവോ? ഞാൻ അങ്ങനെ വിശ്വസിച്ചോട്ടെ? അനക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. എനക്ക് 1 മണിക്കൂർ സമയം തരണം. ഞങ്ങൾക്ക് മാത്രമായി ചിലത് സംസാരിക്കാറുണ്ട്. അതെല്ലാം ജീവന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കും. പരിപ്പോടെ പഴംപൂരി ഉണ്ടല്ലോ, ആവശ്യം പോലെ കഴിച്ചോളൂ കേട്ടോ. മാത്രമുള്ള ചെലവ് ചെലവൊക്കെ ഒരു പ്രശ്നമല്ല. കോടികളല്ലേ പറയാൻ പോകുന്നത്. സന്തോഷമല്ലേ? പ്രശസ്ത സിനിമാ താരം സ്നേഹയെയും നിർമ്മാതാവ് NN നമ്പ്യാരെയും മോചിപ്പിച്ചു. പ്രത്യേകിച്ച് ഉപാധികളൊന്നും വെക്കാതെ സ്വമേധയാ വിട്ടയക്കുകയായിരുന്നുവെന്ന് തിരിച്ചെത്തിയ സ്നേഹയും നമ്പ്യാരും അഭിപ്രായപ്പെട്ടു. വിട്ടയക്കുമ്പോ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു? എന്റെ സുന്ദരി മരുമോള്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലായപ്പോ പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെടാതെ തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു. അത് ശരി. ഏതെങ്കിലും രീതിയിൽ ടോർച്ചറിങ്? നോ, അയാൾക്ക് എപ്പോഴും സ്നേഹത്തെക്കുറിച്ച് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. എന്നോട് ഒരു രീതിയിലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അത് പിന്നെ എന്റെ വിത്തല്ലേ. ചേട്ടാ, എന്താ ഒരു ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. മേഡ് ഫോർ ഈച്ച്